ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 71/24. ചോദ്യത്തിലേക്ക് കടക്കാം. പോർച്ചുഗീസിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1510 തുടക്കത്തിൽ അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുത്തു. പോർച്ചുഗലിലെ രാജാവായ ഇമ്മാനുവലിൻ്റെ പ്രചോദനത്താൽ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്താൻ ശ്രമിക്കുന്നു. പോർച്ചുഗീസുകാരുടെ കീഴിൽ കൊച്ചി അതീവ വിശാലവും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ഒരു പട്ടണമായി വളർന്നു. അവരുടെ നല്ല കാലങ്ങളിൽ അത് ഗോവയ്ക്ക് ശേഷമുള്ള മലബാർ തീരത്തെ ഏറ്റവും മികച്ചതും വലുതുമായ നഗരമായിരുന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. 1757 മാവേലിക്കര ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും കൊച്ചിയും സൗഹൃദ ബന്ധം സ്ഥാപിച്ചു. മണ്ഡപത്തു വാതുക്കൽ എന്നാണ് സേനാ ആസ്ഥാനത്തിന് നൽകിയിരിക്കുന്ന പേര്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ പറയുന്ന വസ്തുതകളിൽ ഏതൊക്കെയാണ് ശരി? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് EV രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി. 1924 വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു. നിയമസഭ 1925 ഫെബ്രുവരി 7 വോട്ട് ചെയ്ത് 22 പേരെ പിന്തുണച്ച് 21 പേരെ നിരസിച്ചു. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. പൂർണ്ണ സ്വരാജിനു വേണ്ടി ഗാന്ധി അഹിംസാത്മക സമരം പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച് സബർമതിയിൽ നിന്ന് ഗുജറാത്തിൻ്റെ ഹൃദയഭൂമിയിലൂടെ കടലിലേക്ക്. ഉപ്പിൻ്റെ പ്രശ്നത്തെ ചുറ്റിപ്പറ്റി നിങ്ങളൊരു നല്ല തന്ത്രം ആസൂത്രണം ചെയ്തു. 1931 ഫെബ്രുവരിയിൽ ഗാന്ധിജിയോട് നെഹ്റു സമ്മതിച്ചു. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2 നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. അതായത് പൂർണ്ണ സ്വരാജിനു വേണ്ടി ഗാന്ധി അഹിംസാത്മക സമരം പ്രഖ്യാപിച്ചു എന്നതും ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച് സബർമതിയിൽ നിന്ന് ഗുജറാത്തിൻ്റെ ഹൃദയഭൂമിയിലൂടെ കടലിലേക്ക് എന്നതും. സാമൂഹിക സ്ഥാപനങ്ങളും പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. 1829 ഡിസംബർ 4 ഹിന്ദുക്കളുടെ വിധവകളെ ജീവനോടെ കത്തിക്കുന്ന അല്ലെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന സതി ആചാരം ക്രിമിനൽ കോടതികൾ നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാണെന്ന് പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസം, സാമ്പത്തിക സമ്മർദ്ദം, കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ തകർച്ച എന്നിവ മൂലമാണ് വിദ്യാസമ്പന്നരായ വിഭാഗങ്ങൾക്കിടയിൽ വിവാഹപ്രായം വർദ്ധിക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ജാതിയുടെയും കുടുംബത്തിൻ്റെയും കാര്യത്തിൽ ഇടപെടാത്ത നയമാണ് പിന്തുടർന്നത്. ഈ സ്ഥാപനങ്ങളെ അടയാളപ്പെടുത്തിയ മാറ്റങ്ങൾ മിക്കവാറും സർക്കാർ നടപടികളല്ല, മറിച്ച് സാമൂഹിക സ്വഭാവമുള്ള ഘടകങ്ങളാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3 സാമൂഹിക സ്ഥാപനങ്ങളുമായും പരിഷ്കരണവുമായും ബന്ധപ്പെട്ട വസ്തുതകളാണ്. മുഗൾ കലയെയും വാസ്തുവിദ്യയെയും സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. സനാഡുവിലെ ഗുബ്ലൈഡ് ഖാണ്ട് കൊട്ടാരത്തിൻ്റെ സ്വപ്ന മാതൃകയായ ഫത്തേപൂർ സിക്രി അക്ബർ നിർമ്മിച്ചു. ജഹാംഗീർ ആരംഭിച്ചത് ഇൻഡോ ഇസ്ലാമിക് ബറോക്ക് ശൈലിയിലാണ്. ആഗ്രയിലെ മോത്തി മസ്ജിദ് ഔറംഗസേബ് നിർമ്മിച്ചതാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ഫ്രാൻസിൽ നേരിട്ടുള്ള നികുതികൾ സംസ്ഥാന ഉദ്യോഗസ്ഥരല്ല, സ്വകാര്യ വ്യക്തികളോ കമ്പനികളോ ആണ് പിരിച്ചെടുത്തിരുന്നത്. റോം കത്തോലിക്ക സഭയിലെ വൈദികർ സംസ്ഥാനത്തെ ആദ്യക്രമം രൂപീകരിച്ചു. അത് സമ്പന്നവും ശക്തവുമായിരുന്നു. ഫ്രാൻസിൻ്റെ ഭൂപ്രദേശത്തിൻ്റെ 1/5 ഭാഗവും അതിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു. വിപ്ലവം ഉണ്ടായത് തത്വചിന്തകൾ മൂലമല്ല, മറിച്ച് ദേശീയ ജീവിതത്തിൻ്റെയും അവസ്ഥയും തിന്മകളും ഭരണകൂടത്തിൻ്റെ തെറ്റുകളും കാരണമാണ്. ഉത്തരം ഓപ്ഷൻ സി. 1, 2, 3 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് 1, 2, 3. UNOയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. സാൻ ഫ്രാൻസിസ്കോയിൽ പ്രതിനിധീകരിച്ച 50 പ്രാരംഭ അംഗങ്ങളുടെ കാര്യത്തിൽ UN ലീഗ് ഓഫ് നാഷൻസുമായി സാമ്യം പ്രകടമാക്കി. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്താനും ഏതെങ്കിലും രാജ്യത്തിൻ്റെ
ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് വിലക്കിയും ലക്ഷ്യങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക സാഹചര്യം സ്ഥാപിക്കുന്നതിൽ സഹകരിക്കാനും ചാർട്ടർ അംഗങ്ങൾ പ്രതിജ്ഞയെടുത്തു. ഡിസംബറിലെ ടെഹ്റാൻ സമ്മേളനത്തിൽ റൂസ്വെൽറ്റ് ചർച്ചിലും സ്റ്റാലിനും ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഒരു ലോക കുടുംബത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു. ഉത്തരം ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം. UNO-യുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ 2ഉം 3ഉം. പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകൾ പരിഗണിക്കുക. ലോകമെമ്പാടും ഓരോ വർഷവും 400 ദശലക്ഷം ടണ്ണിലധികം പ്ലാസ്റ്റിക്കുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിൽ പകുതിയും ഒരിക്കൽ മാത്രമേ ഉപയോഗിക്കാവൂ. 10% താഴെ മാത്രമേ റീസൈക്കിൾ ചെയ്യപ്പെടുന്നുള്ളൂ. മൈക്രോ പ്ലാസ്റ്റിക് 5 മില്ലിമീറ്ററോളം വ്യാസമുള്ള ചെറിയ പ്ലാസ്റ്റിക് കണങ്ങൾ കുടിവെള്ളത്തിലേക്ക് വഴി കണ്ടെത്തുക. പ്രതിവർഷം ഏകദേശം 11 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു. ഇത് 2040ഓടെ 3 ഇരട്ടിയാകും. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉം 3ഉം. പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വസ്തുതകളാണ് ഇത് 3ഉം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. ശ്രീ ഹരിലാൽ സമരിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. 2005 ഒക്ടോബർ 12 മുതൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. കമ്മീഷന്റെ അധികാര പരിധി എല്ലാ കേന്ദ്ര സംസ്ഥാന പൊതു അധികാരികളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് 1ഉം 2ഉം. പട്ടിക 1നെ പട്ടിക 2മായി ചേരുംപടി ചേർക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്ട്രാറ്റോസ്ഫിയർ കൊടുത്തിട്ടുണ്ട്, എക്സോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, അയണോസ്ഫിയർ. സവിശേഷതകളുടെ ഭാഗത്ത് ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. അറോറ ബെറിയാലിസ്, അറോറ ഓസ്ട്രാലിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്നു. മൊത്തം അന്തരീക്ഷ ഓസോണിന്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നു. ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ എന്നിവയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. എ 3, ബി 4, സി 1, ഡി 2. ഇന്ത്യയുടെ ദേശീയ ജലപാത 3 ഇവയ്ക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. കാക്കിനട, പുതുച്ചേരി. പട്ടിക 1നെ പട്ടിക 2മായി ചേരുംപടി ചേർക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 13ന്റെ ഉത്തരം ഡി ആണ്. എ വരുന്നത് 2, ബി 4, സി 1, ഡി 3 യഥാക്രമം ഇങ്ങനെയാണ് വരുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ബാബർ ട്രാക്ക് ഒരു കല്ലുകൊണ്ട് പതിച്ച മേഖലയാണ്. ബങ്കർ പുതിയ അലൂവിയത്തെ പ്രതിനിധീകരിക്കുന്നു. ഖദർ പഴയ അലൂവിയത്തെ പ്രതിനിധീകരിക്കുന്നു. ടെറായി അമിതമായ നനവുള്ള ഒരു മേഖലയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 4 എന്നിവ ശരിയാണ്. താഴെ പറയുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി, സൈലന്റ് വാലിയിലാണ് ഏറ്റവും കൂടുതൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത്. ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആശയം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആശയമാണ് വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? RBI IMF-ൽ ഒരു അംഗമാണ്. 1935 ഏപ്രിൽ 1-നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ഉഷ തോറട്ട് ആയിരുന്നു ആദ്യത്തെ വനിതാ RBI ഗവർണർ. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. GSTക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറയുന്ന നികുതികളിൽ ഏതാണ് ചുമത്തുക? ഉത്തരം ഓപ്ഷൻ ബി, IGST. ഫലപ്രദമായ റവന്യൂ കമ്മി ഏതിന് തുല്യമാണ്? ഉത്തരം ഓപ്ഷൻ എ, റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാന്റ് ഇൻ എയ്ഡ്. 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദ ഇന്ത്യൻ എക്കണോമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത്. ഉത്തരം ഓപ്ഷൻ സി, വി ആനന്ദ നാഗേശ്വരൻ. സർവീസ് ഡെലിവറി മേഖലയിലെ പ്രതീക്ഷകളും മാനദണ്ഡങ്ങളും വ്യക്തമായി ക്രോഡീകരിക്കുന്ന പൗരന്മാരും സേവന വിതരണദാതാക്കളും തമ്മിലുള്ള പൊതു കരാറുകൾ, പൊതു ഉടമ്പടി തിരിച്ചറിയുക.
ഉത്തരം ഓപ്ഷൻ ബി സിറ്റിസൺ ചാർട്ടർ. NSSOന്റെ പൂർണ്ണരൂപം. ഉത്തരം ഓപ്ഷൻ സി നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. കേരളത്തിലെ അട്ടപ്പാടി മണ്ണ് സംരക്ഷണ പദ്ധതിക്ക് സഹായം ലഭിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ജപ്പാൻ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് ഏജൻസി. NREGA സോഫ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി NREGA. ഭരണത്തിലെ ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നതേത്? ഉത്തരം ഓപ്ഷൻ ഡി വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഹാത്രോൺ പ്ലാന്റ്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം ഓപ്ഷൻ സി 105. ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ. ഉത്തരം ഓപ്ഷൻ എ പ്രേം ബിഹാരി നരയൻ റൈസാദ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 248 ഡാഷ് പ്രതിപാദിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി കൺകറന്റ് ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിയമം നിർമ്മിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരം. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ ബീഹാർ. SR ബൊമ്മ വി യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 352. കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം. ഉത്തരം ഓപ്ഷൻ സി നാട്യകൽപ ദ്രുമം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏവയാണ്? ഉത്തരം ഓപ്ഷൻ ഡി കൂടിയാട്ടവും മുടിയേറ്റും. ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്ത് നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ ഗ്രീസ്. ഡേവിസ് കപ്പ് എന്തിനുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ബി ടെന്നീസ്. നന്ദനാർ ആരുടെ തൂലികാനാമമാണ്? ഉത്തരം ഓപ്ഷൻ സി PC ഗോപാലൻ. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏത്? ഉത്തരം ഓപ്ഷൻ ബി കണ്ടം വെച്ച കോട്ട്. ഓണം പരാമർശിക്കുന്ന ഒരു സംഘം കാലഘട്ടത്തിലെ കൃതി. ഉത്തരം ഓപ്ഷൻ സി മധുരൈ കാഞ്ചി. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ. ഉത്തരം ഓപ്ഷൻ ഡി CV രാമൻപിള്ള. ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രായേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം. ഉത്തരം ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ്. കേരള കലാമണ്ഡലത്തിന്റെ പുതിയ വൈസ് ചാൻസലർ. ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ B ആനന്ദകൃഷ്ണൻ. കമ്പ്യൂട്ടറിൽ ബൂട്ട് അപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി. ഉത്തരം ഓപ്ഷൻ എ റീഡ് ഓൺലി മെമ്മറി. ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പേര്. ഉത്തരം ഓപ്ഷൻ സി ഇന്റർപ്രറ്റർ. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 1930. ICANN എന്താണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിലൊന്നായ ഒമേഗലിന്റെ പ്രവർത്തനം 2023 നവംബർ 8 അടച്ചുപൂട്ടി. ഒമേഗലിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ലീഫ് കെ ബ്രൂക്സ്. താഴെ പറയുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ ആർക്കാണ് ഭാരതരത്നം ലഭിച്ചത്? വിക്രം സാരാഭായ്, APJ അബ്ദുൽ കലാം, ഹോമി ഭാഭ. ഉത്തരം ഓപ്ഷൻ ഡി APJ അബ്ദുൽ കലാം. ആദിത്യ L1 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: സോളാർ അപ്പർ അറ്റ്മോസ്ഫിയറിക് ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനം, സൗരോർജ്ജ പ്രതലത്തിൽ സുരക്ഷിതവും മൃദുലവുമായ ലാൻഡിംഗ് തെളിയിക്കാൻ, റോവർ സൂര്യനിൽ കറങ്ങുന്നത് കാണിക്കാൻ. ഉത്തരം ഓപ്ഷൻ സി 1 മാത്രം, സോളാർ അപ്പർ അറ്റ്മോസ്ഫിയറിക് ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനം. ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഗ്രീൻ ഹൈഡ്രജന്റെയും അതിൻ്റെ ഡെറിവേറ്റീവുകളുടെയും ഉൽപ്പാദനത്തിനും ഉപയോഗത്തിനും കയറ്റുമതിക്കുമുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുക. ദൗത്യം സമ്പദ് വ്യവസ്ഥയുടെ ഗണ്യമായ കാർബണൈസേഷനിലേക്കും ജലവൈദ്യുത പദ്ധതികളെ കൂടുതൽ ആശ്രയിക്കുന്നതിലേക്കും നയിക്കും. ശുദ്ധമായ ഊർജത്തിലൂടെ
ആത്മനിർഭർ ആകാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന് ഇത് സംഭാവന നൽകുകയും ആഗോള ശുദ്ധ ഊർജ പരിവർത്തനത്തിന് പ്രചോദനമാവുകയും ചെയ്യും. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 3ഉം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പരിസ്ഥിതി നിയമം 1986 നിലവിൽ വന്നു. 1980 വനസംരക്ഷണ നിയമം രാജ്യത്തെ വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നു. ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആക്ട് 2020 പ്രകാരം 18/10/2020 ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായി. ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അഥവാ ഏതൊക്കെയാണ് ശരി? ശനിയുടെ ഉപഗ്രഹമായ മീമാസിനുള്ളിൽ അടുത്തിടെ രൂപം കൊണ്ട സമുദ്രം ശാസ്ത്രജ്ഞർ കണ്ടെത്തി. 3D പ്രിന്റർ യഥാർത്ഥ കാര്യം പോലെ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക കോശങ്ങളെ സൃഷ്ടിക്കുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായിൽ നടന്ന UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം 2023 ഡിസംബർ 3 അവസാനിച്ചു. ഉത്തരം ഓപ്ഷൻ സി 1ഉം 2ഉം. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അരുൺ ബസ്സിൽ 25 കിലോമീറ്റർ 50 മീറ്ററും കാറിൽ 7 കിലോമീറ്റർ 265 മീറ്ററും ബാക്കി 1 കിലോമീറ്റർ 30 മീറ്ററും നടന്നു. അവൻ ആകെ എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു? ഉത്തരം ഓപ്ഷൻ എ 33.345. ഒരു വിദ്യാർത്ഥി വിജയിക്കണമെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് 40% മാർക്ക് നേടിയിരിക്കണം. അവൻ 320 മാർക്ക് വാങ്ങി 80 മാർക്കിന് തോറ്റു. എന്നാൽ പരമാവധി മാർക്ക് എത്ര? ഉത്തരം ഓപ്ഷൻ ബി 1000. ഒരു ലേഖനം 10% ലാഭത്തിൽ വിറ്റു. 250 എണ്ണം കൂടി വിറ്റിരുന്നെങ്കിൽ 20% നേട്ടമുണ്ടാകുമായിരുന്നു. അപ്പോൾ ലേഖനത്തിന്റെ വില? ഉത്തരം ഓപ്ഷൻ എ 2500. 10.5% എന്ന ലളിതമായ പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ച തുകയ്ക്ക് 2 വർഷത്തിനുള്ളിൽ അതേ പലിശ 2 വർഷത്തേക്ക് കൂട്ടുപലിശയ്ക്കായി നിക്ഷേപിച്ചാൽ ലഭിക്കും. അപ്പോൾ കൂട്ടുപലിശയുടെ നിരക്ക്? ഉത്തരം ഓപ്ഷൻ ഡി 10.5. സീത 1 മണിക്കൂർ കൊണ്ട് ഒരു പുസ്തകത്തിന്റെ 1/4 ഭാഗം വായിച്ചു തീർത്തു. 1/5 മണിക്കൂറിനുള്ളിൽ പുസ്തകത്തിന്റെ എത്ര ഭാഗം വായിക്കും? ഉത്തരം ഓപ്ഷൻ ഡി 11/20. 6 പുരുഷന്മാർക്കും 7 സ്ത്രീകൾക്കും 12 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയും. 2 പുരുഷന്മാർക്കും 5 സ്ത്രീകൾക്കും 20 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയും. എങ്കിൽ 10 പുരുഷന്മാർക്ക് എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയും? ഉത്തരം ഓപ്ഷൻ സി 24. PQRS എന്നിവ ഒരേ ബിന്ദുവിൽ നിന്ന് ഒരു വൃത്താകൃതിയിലേക്കുള്ള പാതയിൽ അതേ ദിശയിൽ 1 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു പൂന്തോട്ടത്തിന് ചുറ്റും നടക്കാൻ ആരംഭിക്കുന്നു. P മണിക്കൂറിൽ 5 കിലോമീറ്ററും Q മണിക്കൂറിൽ 4 കിലോമീറ്ററും R മണിക്കൂറിൽ 7 കിലോമീറ്ററും S മണിക്കൂറിൽ 11 കിലോമീറ്ററും നടക്കുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 4 പേരും വീണ്ടും കണ്ടുമുട്ടാൻ എത്ര സമയമെടുക്കും? ഉത്തരം ഓപ്ഷൻ എ 3 മണിക്കൂർ. -343/2/3 എന്നതിൻ്റെ മൂല്യം? ഉത്തരം ഓപ്ഷൻ എ 49. 10 സെന്റിമീറ്റർ വ്യാസമുള്ള ഈയത്തിന്റെ ഖരഗോളത്തിൽ നിന്ന് 2 സെന്റിമീറ്റർ വ്യാസമുള്ള എത്ര പന്തുകൾ നിർമ്മിക്കാൻ കഴിയും? ഉത്തരം ഓപ്ഷൻ ഡി 125. ഒരു സമാന്തര ശ്രേണിയുടെ 7ാമത്തെ പദത്തിന്റെ 7 മടങ്ങ് അതിന്റെ 11ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണെങ്കിൽ സമാന്തര ശ്രേണിയുടെ 18ാം പദം ഡാഷ് ആയിരിക്കും. ഉത്തരം ഓപ്ഷൻ ബി 0. താഴെ പറയുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ഡേവിസ് കപ്പ്. പ്രശ്നം, അനുമാനം, ഡാഷ്, പ്രവചനം. ഏതെങ്കിലും ഓപ്ഷൻ ഉപയോഗിച്ച് ശൂന്യത പൂരിപ്പിക്കുക. ഉത്തരം ഓപ്ഷൻ എ അവസ്ഥ. റൈഡ് എന്നത് 36ആയും ഡെസ്ക് എന്നത് 39ആയും കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസ്കിന്റെ കോഡ് എന്തായിരിക്കും? ഉത്തരം ഓപ്ഷൻ എ 60. താഴെ പറയുന്ന ശ്രേണിയിലെ തെറ്റായ നമ്പർ കണ്ടെത്തുക. 3, 10, 31, 90, 283. ഇതാണ് ശ്രേണി. ഉത്തരം ഓപ്ഷൻ സി 90. 4നും 5നും ഇടയിൽ ഏത് സമയത്താണ് ഒരു ക്ലോക്കിന്റെ കൈകൾ ലംബകോണിൽ ഉണ്ടാവുക? ഉത്തരം ഓപ്ഷൻ ബി 4:38 2/11. 2025 കലണ്ടർ ഡാഷ് വർഷത്തിന് സമാനമായിരിക്കും. ഉത്തരം ഓപ്ഷൻ ബി 2030. 7 അംഗങ്ങളാണ് കുടുംബത്തിൽ താമസിക്കുന്നത്.
പിയുടെ മകളാണ് ക്യൂ. ആറിന്റെ സഹോദരനാണ് ബി. ഡി ആണ് ബിയുടെ പിതാവ്. ബിക്ക് പിയുമായുള്ള ബന്ധം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി അളിയൻ. രാജുവും രാധയും ഒരേ സ്ഥലത്ത് നിന്നാണ് തുടങ്ങുന്നത്. രാജു 5 കിലോമീറ്റർ കിഴക്കും പിന്നീട് 6 കിലോമീറ്റർ വടക്ക് കിഴക്കും പിന്തുടർന്നു. രാധ 4 കിലോമീറ്റർ തെക്കും പിന്നീട് 4 കിലോമീറ്റർ തെക്ക് കിഴക്കും പിന്തുടർന്നു. രാജുവും രാധയും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 12.80. 6 പേർ ഒരു നിരയിലിരിക്കുന്നു. വൈ ആണ് എക്സിനും ആറിനും ഇടയിൽ ഇരിക്കുന്നത്. എക്സ് ആണ് സെഡിന് അടുത്തിരിക്കുന്നത്. അങ്ങേയറ്റം ഇടതുവശത്തിരിക്കുന്ന പിയുടെ അടുത്ത് സെഡ് ഇരിക്കുന്നു. ക്യൂ 6 അടുത്തിരിക്കുന്നു. എക്സിനോട് ചേർന്ന് ഇരിക്കുന്നത് ആരൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ സെഡും വൈയും. 4 സുഹൃത്തുക്കൾ പ്ലം കേക്ക് പങ്കിടുകയായിരുന്നു. ഏറ്റവും പ്രായമുള്ള സുഹൃത്തിന് ഒരു തുണ്ട് കേക്ക് അധികമായി ലഭിക്കുമെന്ന് അവർ തീരുമാനിച്ചു. റാം രാജിനേക്കാൾ 2 മാസം മൂത്തതാണ്. ജയിനേക്കാൾ 3 മാസം ഇളയതാണ്. രാജിനേക്കാൾ 1 മാസം മൂത്തതാണ് സാം. അധിക കേക്ക് ആർക്കാണ് ലഭിക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ സി ജയ്. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. സംതിങ് ഹാപ്പൻഡ് അറ്റ് ദ കോളേജ്. ഉത്തരം ഓപ്ഷൻ സി ഡിഡിൻറ്റ് ഇറ്റ്. Put in the correct preposition. The program starts dash 8:15 am. Uttaram option A at. Choose the correct alternative from those given as options. The principal dash to speak to you. Uttaram option A wants. Turn the given sentence from active voice to passive voice. Specify which of the following answer is correct. Mary opened the door. Uttaram option B. The doors was opened by Mary. Identify the best way to express the intended idea in the following. Uttaram option B. I like her childlike face. Identify the type of sentence. What is super show? Uttaram option D. Exclamatory sentence. Use an appropriate article. He didn't get dash job he applied for. Uttaram option C the. Mikhail is dash than Natasha. Uttaram option D older. I look forward dash from you. Uttaram option C to hearing. Report the sentence. Joshua said to mom, I have been here. Uttaram option D. Joshua told mom that he had been there. Complete the given sentence using a suitable phrasal verb. I arranged to meet Tony in the mall yesterday, but he didn't dash. Uttaram option B turn up. Find the synonym of the word amicable. Uttaram option C friendly. Which of the following word to opposite to the word cautious? Uttaram option A reckless. Which of the following is correctly spelled? Uttaram option C ആണ്. Find one word for a person who has no money. Uttaram option D pauper. What is the meaning of the idiomatic expression round the corner? Uttaram option A very near. Choose the compound word from the words given below. Uttaram option B hallway. What is the female tiger called? Uttaram option A tigress. A prefix is letters that come at the dash of a word. Uttaram option C beginning. Prepare the dash of your research work. Uttaram option A synopsis. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ. അതേത്? ഉത്തരം ഓപ്ഷൻ ബി ലേഖകൻ. പൂജക ബഹുവചനത്തിന് ഉദാഹരണമേത്? ഉത്തരം ഓപ്ഷൻ സി ഗുരുക്കൾ. പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തതേത്? ഉത്തരം ഓപ്ഷൻ എ ജനകൻ. തീ പ്ലസ് കനൽ എന്നത് ചേർത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ സി തീക്കനൽ. രാജാവും ഋഷിയുമായവൻ ഇത് ഒറ്റപ്പദമാക്കുക. ഉത്തരം ഓപ്ഷൻ ഡി. സുധൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി സുധ. 800 എന്ന പദം പിരിച്ചെഴുതുക. ഉത്തരം ഓപ്ഷൻ ബി എൺ പ്ലസ് 100. കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഉത്തരം ഓപ്ഷൻ സി
ലോകവിവരം ഇല്ലാത്തവൻ. മേഘമെന്ന് അർത്ഥം വരുന്ന പദമേത്? ഉത്തരം ഓപ്ഷൻ ബി ഭാരിതം. ദൃഢം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി ശിഥിലം.